ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞേ വ്ളോഗാണ് കേട്ടോ, ഒരു ക്ലീനിങ് മിനി വ്ളോഗാണ്. ഞാൻ റൂം മാത്രം ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതും അധികം ഭാരപ്പെട്ടിട്ട് കുറേ സമയമൊന്നും നിന്നിട്ടൊന്നും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ നിന്നിട്ടുള്ള പണികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തേക്കൊക്കെ ആകുമ്പോഴത്തേനൊക്കെ കാലിലൊക്കെ നല്ലോണം നീര് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് ചെയ്തെടുത്തതാണ് കേട്ടോ. അല്ലാതെ ഒരുപാട് സമയം നിന്നിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ കുറേ സമയം ചടഞ്ഞിരുന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു മടുപ്പ് പോലെ വരാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ എല്ലായിടത്തും പൊടി പിടിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ സറൗണ്ടിങ്സ് തന്നെ എനിക്ക് എന്തൊക്കെയോ ഇങ്ങനെ സഫക്കേഷൻസ് ഉണ്ടാക്കുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു അധികം സ്ട്രെയിൻ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നല്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ കാണുന്ന ഭാഗങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനർജി ഉള്ളതിനനുസരിച്ചിട്ട് എല്ലായിടവും ഒന്ന് ചെറുതായിട്ട് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു. ഞാൻ റൂം മാത്രം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഛർദിൽ നല്ലപോലെയുള്ള സമയത്ത് എനിക്ക് വെള്ളം തീരെ കുടിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഛർദി ഒന്ന് നല്ലോണം ഒതുങ്ങിയപ്പോഴാണ് ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം കുടിക്കാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ മൈൻഡ് നോക്കിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസിയിൽ ഇങ്ങനെ ബോഡീനെ അധികം സ്ട്രെയിൻ ചെയ്യാതെ ഇതുപോലെ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ ചെറിയ ഭാരമില്ലാത്ത പണികൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ബോഡിക്ക് സ്ട്രെയിൻ കൊടുത്തിട്ടുള്ള ഒന്നും ചെയ്യരുത്, എല്ലാം മെല്ലെ ചെയ്യാവൂ. ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്കും അത് തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് സമയം ഇങ്ങനെ വെറുതെ ചടച്ചിരുന്നിട്ട് പിന്നെ എല്ലാ പണികളും കൂടെ ഒരുമിച്ച് ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കും. അങ്ങനെ അവസാനത്തൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യാവുന്നതിനനുസരിച്ചിട്ട് തന്നെ നല്ലപോലെ നീര് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ ഞാൻ ആ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യില്ല. പരമാവധി റെസ്റ്റ് എടുക്കുക, എന്നിട്ട് മൈൻഡ് ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അധികം സ്ട്രെയിൻ കൊടുക്കാതെ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.